ഹായ് ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നും പൂച്ചക്കുട്ടികളുടെ കഥയുമായിട്ട് വന്നേക്കുന്നത് കേട്ടോ. അമ്മയും 5 മക്കളും. ഒരു ദിവസം അവളിങ്ങനെ സിറ്റൗട്ട് വന്ന് കിടന്നപ്പോഴേ ഞാൻ അവളോട് പറഞ്ഞു, എടി നിന്റെ മക്കളെയും കൂടി ഇങ്ങോട്ടേക്ക് വരണം, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പക്ഷെ പറഞ്ഞത് അവൾ നിലവിൽ പ്രഗ്നൻ്റ് ആണെന്ന് ഓർത്തിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടാണ് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവൾ എണീറ്റ് പോയത് കേട്ടോ. എണീറ്റ് പോയിട്ട് ദേ കാണാം അവൾ കുറച്ച് കഴിഞ്ഞപ്പം കുഞ്ഞിനെ കൊണ്ട് വന്നെ കേട്ടോ. എനിക്ക് അതിശയം തോന്നി കേട്ടോ. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഒരു മനുഷ്യൻ കേട്ടിട്ട് മനസ്സിലായ പോലെ തന്നെ അതത്ര കൃത്യമായിട്ട് അത് കേട്ട് കുറച്ച് കഴിയുമ്പോൾ എണീറ്റ് പോയി അത് കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നു. 5 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു കേട്ടോ. ശരിക്കും അത് പറഞ്ഞ് വിശ്വസിക്കില്ല. എന്നിട്ട് ആദ്യം കൊണ്ടുവന്നത് പകലാണ് കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ കുറച്ച് നേരം കിടക്കും, പിന്നെ പോയി അടുത്തന്നെ കൊണ്ടുവരും, പിന്നെ വന്ന് കുറച്ച് നേരം കിടക്കും, പിന്നെ അടുത്തന്നെ പോയി കൊണ്ടുവരും. 3 പ്രാവശ്യം ആദ്യത്തെ കുഞ്ഞിനെ കൊണ്ടുവന്നതിന് ശേഷം ഒരു 3 പ്രാവശ്യം അവൾ റൗണ്ട് അടിച്ച് പോകും. ഈ കുഞ്ഞുങ്ങളെ അവിടെ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി 3 പ്രാവശ്യം പോയിട്ടോ. 3 പ്രാവശ്യം പോയിട്ട് തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ പോണ പോക്കിലാണ് ഇത് കുഞ്ഞിനെ കൊണ്ട് തന്നെ കേട്ടോ. അങ്ങനെ ഈ 5 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നപ്പോഴും ഈ ഇടയ്ക്ക് 2-3 പ്രാവശ്യം അവൾ പോയി നോക്കിയിട്ട് വരും, കൊണ്ടുവരത്തില്ല. 3-ാം തവണ അല്ലെങ്കിൽ 4-ാം തവണയാണ് കുഞ്ഞിനെ കൊണ്ട് വരുന്നത് കേട്ടോ. അങ്ങനെ അവൾ 5 കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നു കേട്ടോ. അതിനകത്ത് ഒരു കുഞ്ഞിന് കണ്ണിന് എന്തോ വെച്ച് പ്രശ്നമുണ്ട് കേട്ടോ. ബാക്കി കുഞ്ഞുങ്ങളെല്ലാം ഓക്കെയാണ്. സത്യം പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഈ കൊണ്ടുവന്നെ കാണുമ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നും കേട്ടോ. കാരണം അത് അത്രമാത്രം റിസ്ക് എടുത്ത് അതിൻ്റെ കുഞ്ഞുങ്ങളെ അവരടുത്ത് കൊണ്ട് സേഫാക്കി നിർത്തി, അത് കഴിഞ്ഞിട്ട് അവിടെ സേഫാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വീണ്ടും അതിൻ്റെ കുഞ്ഞുങ്ങളെ 2 പ്രാവശ്യം നോക്കാൻ പോകുന്നു. അവർ കിടക്കുന്നിടത്ത് അവരവിടെ സേഫാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെയും പോയി നോക്കിയിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മയുടെ ഒരു എന്താ പറയുക, ഒരു കഷ്ടപ്പാടല്ലേ, ഒരു ത്യാഗം. 5 മക്കളെ ഉണ്ടായി, മക്കളെ നോക്കി അവരെ ഒരു വിശ്വസ്തരായ ഒരാളുടെ അടുത്ത് കൊണ്ട് ഏൽപ്പിക്കാനോ കൊണ്ട് കിടത്താനോ ഒക്കെ അതിൻ്റെ ഒരു കഷ്ടപ്പാടല്ലേ. അങ്ങനെ 5 പേരെ കൊണ്ടുവന്നതിന് ശേഷം അത് മക്കൾക്ക് കൊടുക്കാൻ തീറ്റ തേടി പോയി കേട്ടോ. അമ്മയ്ക്കും മക്കൾക്കൂടെ പാല് കാച്ചി തണുപ്പിച്ച് മാറ്റി കൊടുത്തു കേട്ടോ. അത് അമ്മയും മക്കളും കുടിച്ചു കേട്ടോ. മക്കൾ പേടിയായത് കാരണം അവരവിടെ ഇവിടെയൊക്കെ പാത്ത് ഒളിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം എന്നിട്ട് ലാസ്റ്റ് ഈ അമ്മ പോയി എവിടുന്നോ പോയി എന്തൊക്കെയോ തീറ്റയും കൊണ്ട് വന്നു. ഞാൻ പാല് കാച്ചി കൊടുത്ത് കുടിച്ചതിന് ശേഷം പോകണം കേട്ടോ. അതുപോലെയായിരുന്നു ഞാൻ ഇവിടെ നിന്നൊക്കെ മീൻ കൊടുക്കുമ്പം അവളെ മീൻ കൊണ്ട് അങ്ങ് പോകുമായിരുന്നു. അപ്പോഴൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ എനിക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ ഈ മീനും കൊണ്ടൊക്കെ പോണത് ഈ കുഞ്ഞുങ്ങളുടെ അടുത്തേക്കാണെന്ന്. കഷ്ടം. അത് അതിൻ്റെ കുഞ്ഞുങ്ങളെ വായി വെച്ച് കടിച്ച് വെച്ചുകൊണ്ട് മതിൽമേൽ ചാടി കയറി, മതിൽമേൽ നിന്ന് താഴെ ചാടി, അങ്ങനെയൊക്കെ അത് വന്നൊരു കഷ്ടപ്പാട് കാണുമായിരുന്നു കേട്ടോ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നതിൻ്റെ. ഞാൻ പിന്നെ അവർക്ക് ഇവിടെ കിടന്നൊരു പഴയ ബേസ് ബോർഡിനകത്ത് ഒരു പഴയ തുണിയും ഒരു പഴയ ചവിട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ കിടക്കാനായിട്ട്. പിന്നെ പുറത്ത് ഈ കണ്ടംപൂച്ചയുടെ ശല്യം ഉണ്ടായി, അത് കാരണം അവരെ സേഫായിട്ട് കിട്ടുന്ന വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ മക്കളെ സമാധാനമായിട്ട് വിശ്വസ്തയോടെ എൻ്റെ അടുത്ത് കൊണ്ട് ഏൽപ്പിച്ചിട്ട് അമ്മ പൂച്ച അവൾ സ്വസ്ഥമായിട്ട് പുറത്ത് കാവൽ നോക്കിയിരിക്കണം കണ്ടോ. അമ്മയുടെ കരുതലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.